വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ചോദ്യം ചെയ്യണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വയനാട് DCC ട്രഷററുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും ഇത് സുധാകരൻ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമല്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലീസ് ചോദ്യം ചെയ്യണം. NM വിജയൻ അയച്ച കത്ത് ഇരു നേതാക്കളും നിഷ്കരുണം തള്ളിക്കളയുകയായിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എടുത്തത് മനസാക്ഷിയില്ലാത്ത നടപടിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ഗവർണറുടെ സത്യപ്രതിജ്ഞാ ദിവസം മന്നം ജയന്തി ആയതിനാൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെന്നും സൗഹൃദപരമായ കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഗവർണർ ആണ് ഭരണഘടനയുടെ സംരക്ഷണത്തിന് ഉത്തരവാദിത്തപ്പെട്ടയാളെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മറക്കരുത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഗവർണർമാർക്കെതിരെ പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. സർവകലാശാലയുടെ അധികാരം ഗവർണർക്കാണെന്ന് കോടതി തന്നെ പറഞ്ഞതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഒരു പ്രശ്നം കുത്തിപ്പൊക്കിയത് അല്ല. ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാൻ സംസ്ഥാന സർക്കാരാണ് നീക്കം നടത്തിയത്. ആരിഫ് മുഹമ്മദ് ഖാൻ പോയതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. PV അൻവറെ കോൺഗ്രസിലേക്ക് അയച്ചത് പിണറായി വിജയൻ തന്നെയാണ്. പിടികിട്ടാപ്പുള്ളികൾ പലരും മുങ്ങി നടക്കുന്നുമുണ്ട്. ക്രിമിനലുകൾ ആരെയും തൊടുന്നില്ല. അൻവറെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്തിനു വേണ്ടിയാണ്? അൻവറിന് വീരപരിവേഷം നൽകാനാണ് ഈ സംഭവത്തിലൂടെ സർക്കാർ ശ്രമിച്ചതെന്നും K സുരേന്ദ്രൻ അവകാശപ്പെട്ടു. ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ അല്ലാത്ത സ്വതന്ത്ര MLA ആയ അൻവറിനെ പോലീസ് കേസെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ തന്നെ സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും ഭിന്നതയിലുള്ള അൻവറിനെ പൂട്ടാൻ അവസരം കാത്തിരിക്കുകയായിരുന്ന പോലീസിന് മുന്നിൽ വീണു കിട്ടിയ അവസരമായിരുന്നു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അറസ്റ്റാണ് ഇതെന്നായിരുന്നു PV അൻവർ ആരോപിച്ചത്. അറസ്റ്റുമായി സഹകരിക്കുമെന്നും നിയമം അനുസരിക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണതെന്നും അൻവർ പറഞ്ഞിരുന്നു. മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരത പിണറായി നടപ്പാക്കുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്ന വെല്ലുവിളിയും ഇതിനിടെ അൻവർ നടത്തിയിരുന്നു. പോലീസിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങളോട് പറഞ്ഞതോടെയാണ് താൻ പിണറായി വിരുദ്ധനായതെന്നും അൻവർ പരിഹസിച്ചു. അസാധാരണ നടപടിയിലൂടെയാണ് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ പോലീസ് നടപടികൾക്ക് അൻവർ വഴങ്ങിയിരുന്നില്ല. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടണമെന്ന് ഇതിനിടെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു അൻവർ. എന്നാൽ പിന്നീട് പോലീസ് നടപടിയോട് സഹകരിക്കാമെന്ന് അൻവർ അറിയിച്ചു. MLA ആയതിനാലാണ് ഇതെന്നും അൻവർ ചൂണ്ടിക്കാട്ടിയിരുന്നു.